ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ച വാർത്ത നേരത്തെ വന്നിരുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സംയുക്ത രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്ന ആ കെട്ടിടം തകർന്നു വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി ഗൗതമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഗൗതം, കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 10 പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ പുരോഗമിക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ NDRF-ഉം ഒപ്പം ഡൽഹി പോലീസിൻ്റെയും സേനാ അംഗങ്ങൾ അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നുമാണ് ഡൽഹി ACP, നോർത്ത് ഡൽഹി ACP നമ്മളോട് മാധ്യമങ്ങളോട് നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പുലർച്ചെ 2:30-നും 3-നും ഇടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ 4 നില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 9ഓളം പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടതിൽ പ്രധാനമായുമുള്ള ആളുകൾ. ഒപ്പം സമീപത്തുണ്ടായിരുന്ന 5ഓളം പേരും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 14-ലധികം പേർ ഈ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 4 പേർ മരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ 2 പുരുഷന്മാരും 2 സ്ത്രീകളും 6 കുട്ടികളും ഈ അപകടത്തിൽ ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇവരെല്ലാം തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പുലർച്ചെ 2:30-നും 3-നും ഇടയിലാണ് അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയമായതിനാൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക്, ആ സമീപത്തുണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഓടി രക്ഷപ്പെടുന്നതിനോ മറ്റോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അതാണ് അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചതെന്നുമാണ് ഡൽഹി പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും NDRF-ൻ്റെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 6 കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 14 പേരെ, ഈ അപകടത്തിനിരയായ 14 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിശദീകരണം. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട് എന്നത് ഇത് ഒരു കുടുംബത്തിലെ 10ഓളം പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ദാരുണമായ കാര്യം. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശവാസികൾ നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഇവരെ ആരെയും തന്നെ ഇതുവരെയും തിരിച്ചറിയാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ മരിച്ചത് ഈ കുടുംബത്തിലെ ആളുകളാണെന്നുള്ള ഒരു ദൃക്സാക്ഷി വിവരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹർഷൻ, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. 10 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം.